പ്രളയജലം ഇറങ്ങിത്തുടങ്ങിയതോടെ വീട് വൃത്തിയാക്കുന്ന തിരക്കിലാണ് തിരുവല്ലയിലെ പ്രദേശവാസികൾ. വെള്ളം കയറി അലങ്കോലമായ വീടുകൾ വൃത്തിയാക്കാൻ ദിവസങ്ങളെടുക്കും. 2018 മഹാപ്രളയത്തിൽ വലിയ തോതിൽ വെള്ളം കയറിയ വീടുകൾ ഒരുപാട് പണിപ്പെട്ടാണ് പഴയ രൂപത്തിലാക്കിയത്. അതേ വീടുകളിൽ തന്നെയാണ് വീണ്ടും വെള്ളം കയറിയത്. തിരുവല്ലയിൽ നിന്ന് AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവല്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. മഴ അല്പം കുറയുകയും ഒപ്പം തന്നെ നദിയിലെ ജലനിരപ്പ് താഴുകയും ചെയ്തതോടുകൂടി വീടുകളിൽ നിന്നൊക്കെ തന്നെ ചെറിയ തോതിൽ പ്രളയജലം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഈ വീടിനുള്ളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതാണ്. പക്ഷേ ഇന്ന് ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പുളിക്കീഴ് ഒരു വീട്ടിലാണ്. തിരുവല്ല നഗരസഭാ പരിധിയിൽ നിന്ന് പുറത്താണ് ഈ പുളിക്കീഴ് പ്രദേശമുള്ളത്. ആ വീട്ടിൽ നമുക്ക് ഈ പ്രളയജലം വന്നതിൻ്റെ തിരുശേഷിപ്പുകളൊക്കെ തന്നെ കാണാൻ സാധിക്കും. നിലത്തൊക്കെ തന്നെ ചളിയുണ്ട്, വെള്ളത്തിൻ്റെ ബാക്കിയുണ്ട്. ഇന്നലെയൊക്കെ വലിയ തോതിൽ വെള്ളം വരികയും ഈ വീടിനുള്ളിൽ നേരെ ഇടിച്ച് കയറുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വീട്ടുകാർ അത്യാവശ്യം ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയതോടുകൂടി വീട് വൃത്തിയാക്കാനുള്ളൊരു ശ്രമത്തിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ വെള്ളം ഇരച്ചു കയറിയപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഇന്നലെ ശക്തമായ വലിയ തോതിലുള്ള വെള്ളമായിരുന്നു. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ആ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ വീട്ടുകാർ ഉള്ളത്. ഫണ്ടിൽ നല്ലപോലെ വെള്ളം കയറി മൊത്തം നശിച്ചു പോയതാണ്. വീണ്ടും പ്രളയം ഇതുപോലെ വന്നു. നമ്മൾ കടയും വീടും കൂടെയാണ് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ എന്താ ഏതുവരെ വെള്ളം കയറി? വെള്ളം ഇവിടെ വരെ കയറിയായിരുന്നു. ഇവിടെ വരെ കയറിയായിരുന്നു. 2018 ഇത്രയും ഉണ്ടായിരുന്നു. അന്ന് വൃത്തിയാക്കി ഇപ്പോൾ വീണ്ടും വൃത്തിയാക്കേണ്ട വന്നു. സർക്കാർ പൈസ എന്തെങ്കിലും തന്നിരുന്നു? ഒന്നും കിട്ടിയില്ലായിരുന്നു. അവിടെ എന്തോ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ തന്നെ പണിയെടുത്ത് നമ്മൾ തന്നെ ശരിയാക്കണം. ഇപ്പോൾ ഈ ക്ലീനിങ് തുടങ്ങി എത്ര സമയം കൊണ്ട് പഴയ പോലെ ആക്കാൻ പറ്റും? ഇപ്പോൾ ഒരു ദിവസം നിന്ന് മൊത്തം എടുക്കേണ്ടി വരും. കടയും ക്ലീൻ ചെയ്യണം. കടയും മൊത്തം കംപ്ലീറ്റ് വെള്ളം കയറി. കടയിലും വെള്ളം കയറി. അത് കടയാണ്. വീടിനകത്ത് മൊത്തം കിച്ചൺ മൊത്തം നശിച്ചു. എല്ലാം ക്ലീൻ ചെയ്യണം മൊത്തം. ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണ്. പഴയ പോലെ ആക്കുമ്പോഴേക്കും വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. നമ്മൾ സഹിക്കണം. അതൊക്കെ വലിയ നഷ്ടമല്ലേ? കുറേ എല്ലാ സാധനം പോയത്. ഇവിടെ ആണെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം കുറവാണ്. ഓടയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ വീടിന് പുറത്ത് വെള്ളമുണ്ട്. വീണ്ടും കയറാനുള്ള ചാൻസ് ഉണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം അല്പം താഴ്ന്നപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ വീട് വൃത്തിയാക്കാൻ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവർ വീട് വൃത്തിയാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം പ്രദേശങ്ങളിലും വെള്ളം കയറിയ ഈ മണിമലയാറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും വീടുകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കുറച്ച് നീങ്ങിയുള്ള കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലവിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഉള്ള ആളുകൾക്ക് ആശ്വാസമാണ്. അവരെന്തായാലും ക്ലീനിങ് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും അവരെ സംബന്ധിച്ച് ലക്ഷങ്ങൾ തന്നെ ഒരുപക്ഷെ നഷ്ടമായിട്ടുണ്ടാവും. ഉപകരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടൊരു സാഹചര്യമാണ്. എന്തായാലും ഇതൊക്കെ പഴയ പോലെ ആക്കിയെടുക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കും.